വെൽക്കം ടു MS ക്ലാസ്സസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിയാമ്പിളാണ് നോക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രിയാമ്പിൾ. എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ബുക്കിൻ്റെ ഫ്രണ്ട് ഇൻട്രൊഡക്ഷനിൽ എഴുതിയിട്ടുള്ള പേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രിയാമ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ നമുക്ക് ഒരു വിദേശി ആയിട്ടുള്ള ഒരു വ്യക്തി വരുന്നു, ആ വ്യക്തിക്ക് എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയണം. പക്ഷേ ആ വ്യക്തി നോക്കുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് ഫുള്ളായിട്ട് ഇരുന്നിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കാൻ പറ്റില്ല. ബിക്കോസ് അത് ഒന്നാമത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇത്രയും നിയമങ്ങൾ എന്താണ് വായിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ വ്യക്തിക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയണമെന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരൊറ്റ പേജിൽ എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയാൻ പറ്റും. എന്നാൽ ഫുൾ ബുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് പറയുന്നത് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പേജാണ്. ഈ ഇൻട്രൊഡക്ഷൻ പേജിൽ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഈ ഒരൊറ്റ പേജിൽ എന്താണ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന്. ഓക്കെ, ഈ ഒരൊറ്റ പേജ് മാത്രം വായിച്ചാൽ മതി. നമ്മൾ പൊതുവെ NCERTയിലെ ഏതൊരു ബുക്ക്, ഓക്കെ, ക്ലാസ് 1 മുതൽ 12th സ്റ്റാൻഡേർഡ് വരെയുള്ള ഏതൊരു ബുക്ക് എടുത്താലും അതിലെ ആ ഫ്രണ്ട് ബൈൻഡ് കഴിഞ്ഞാൽ അടുത്ത വരുന്ന പേജ് എപ്പോഴും പ്രിയാമ്പിൾ എന്നാണ്. എല്ലാ സ്കൂളിലെയും കുട്ടികൾ എന്താണ് ഇത് അറിഞ്ഞിരിക്കണം. എല്ലാ വലിയ വലിയ പോസ്റ്റിൽ സിവിൽ സർവൻസ് ഇവരെല്ലാം എന്താണ് ഇത് മനഃപ്പാഠമായിട്ടും പ്രിയാമ്പിൾ അറിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ പ്രിയാമ്പിൾ എഴുതിയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ഈ ഓരോ വാക്കുകളും വന്നിട്ടുള്ള ഇതിൻ്റെ ചരിത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ. പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് എന്ന് തുടക്കം, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആദ്യത്തെ പേജിനെയാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിയാമ്പിൾ എന്തെന്ന് വെച്ചാൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാരാംശം. ഓക്കെ, ഫുൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരൊറ്റ പേജിൽ ഒതുക്കി വെച്ചിരിക്കുന്നു. അതിനെ തന്നെയാണ് ഇംഗ്ലീഷിൽ വിളിക്കുന്നത് എപ്പിറ്റോം എന്ന് പറയും. എന്തെന്ന് പറയും? എപ്പിറ്റോം എന്ന് പറയും. സോ പ്രിയാമ്പിൾ ഈസ് കോൾഡ് ആസ് എ എപ്പിറ്റോം ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എപ്പിറ്റോം എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ ഈസ് കോൾഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, എപ്പിറ്റോം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻട്രൊഡക്ഷൻ ഓർ പ്രിഫേസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും വാക്കുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്താണ് പ്രിയാമ്പിൾ? നമ്മളൊന്ന് പ്രിയാമ്പിൾ വായിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ന് പറയും. ആ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്റെ ബുദ്ധിയിൽ, ഓക്കെ, അവരുടെ മൈൻഡ് എന്തായിരുന്നു നമുക്ക് അറിയാൻ വേണ്ടി ആ പ്രിയാമ്പിൾ വായിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കീ ടു ഓപ്പൺ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ കീ ടു ഓപ്പൺ ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്ത ആൾക്കാരെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്ന് വിളിക്കും. അവരെ മൈൻഡ് വെച്ചാണ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ള. ആ മൈൻഡിന്റെ അകത്ത് എന്തായിരുന്നു എന്നറിയാൻ ജസ്റ്റ് ഈ പ്രിയാമ്പിൾ വായിച്ചാൽ മതി. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ കീ ടു ഓപ്പൺ ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം, നമ്മൾ ഈ ഞാൻ പറഞ്ഞു എല്ലാ കാര്യം ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മൾ കടമെടുത്തിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്തും കടമെടുത്തിട്ടുണ്ട്, പ്രിയാമ്പിളും കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പ്രിയാമ്പിൾ എവിടെ നിന്നാണ് കടമെടുത്തതെന്ന് വെച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ US കോൺസ്റ്റിറ്റ്യൂഷൻ. US കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓൾമോസ്റ്റ് ഫ്രണ്ട് പേജും നമ്മളുടെ ഫ്രണ്ട് പേജും എന്താണ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ പേജ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കോപ്പി അടിക്കാനായിട്ട് ഇവിടുന്ന് ആര് പോയി? നെഹ്റു പോയിട്ട് എന്താണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു മോഡൽ, ഫ്രണ്ട് പേജിന്റെ ഇൻട്രൊഡക്ഷൻ പേജിന്റെ ഒരു മോഡലും എഴുതിയെടുത്തുകൊണ്ട് വന്നപ്പോൾ നമ്മളൊരു ലീഗൽ അഡ്വൈസർ ഉണ്ട്. ബിക്കോസ് നിയമം ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ലീഗൽ അഡ്വൈസർ ആയിട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ലീഗൽ അഡ്വൈസർ ആരായിരുന്നു? BN റാവ്. അപ്പോൾ BN റാവ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞു, അമേരിക്കയിലുള്ള അതേപോലെ എടുത്ത് ഇൻട്രൊഡക്ഷൻ പേജ് ഇവിടെ എഴുതാൻ പറ്റൂല. ബിക്കോസ് അമേരിക്കയുടെ ജനതയും ഇന്ത്യൻ ജനതയും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ കൾച്ചറിന് അവിടെ എന്താണ് ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നവർ 2 കേസസിൽ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ വ്യത്യാസം വരുന്ന ബ്ലാക്സും വൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് അങ്ങനെയല്ല. ഇന്ത്യക്കകത്ത് ഒരുപാട് റിലീജിയൻ ഉണ്ട്. ഓരോ റിലീജിയൻ്റെ അകത്ത് ഒരുപാട് കാസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് രീതിയിൽ ഇന്ത്യക്കാർ വേരി ചെയ്ത് നിൽക്കുന്നു. ഇന്ത്യയിലുള്ള ഇപ്പം ജമ്മു കാശ്മീർ, കേരളം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു മലയാളിക്ക് ചെന്ന് അവിടെ ജമ്മു കാശ്മീരിൽ ഒറ്റ ദിവസം കൊണ്ട് ചെന്ന് ഫുള്ളായിട്ട് താമസിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അതേപോലെ ഗുജറാത്തിലുള്ള ആൾക്കാർക്ക് അരുണാചൽ പ്രദേശിൽ ചെന്ന് പെട്ടെന്ന് താമസിക്കാൻ പറ്റൂല. രണ്ടുപേരും തമ്മിൽ എന്താണ് ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് സൂര്യപ്രകാശം എത്താൻ തന്നെ ഓൾമോസ്റ്റ് 2 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. അങ്ങനെ ജിയോഗ്രഫിക്കലും കൾച്ചറിലും എല്ലാം വ്യത്യാസമുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്തിൽ അമേരിക്കയിൽ അതേ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തരാം, ഒരു ഡ്രാഫ്റ്റ് എഴുതി തരാമെന്ന് ആര് പറഞ്ഞു? BN റാവ് എഴുതി തരാമെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു മോഡൽ ഡ്രാഫ്റ്റ് എഴുതി കൊടുത്ത അതേപോലെ പ്രിയാമ്പിളിന്റെ ഡ്രാഫ്റ്റും ആരെഴുതി? ഈ പറയുന്ന നമ്മൾ BN റാവ് എഴുതി. അപ്പോൾ ഓർത്തോണം, ദ ഐഡിയ ഓർ ഡ്രാഫ്റ്റ് ഓഫ് ഇന്ത്യൻ
പ്രിയാമ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻസ് പ്രിയാമ്പിൾ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിളിന്റെ ഡ്രാഫ്റ്റ് എഴുതിയത് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് BN റാവു ആണ് എഴുതിയിട്ടുള്ളത്. പ്രിയാമ്പിൾ എന്തിനുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് പേജിനെ പ്രിയാമ്പിൾ എന്നല്ല വിളിക്കുന്നത്, അതിനെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ? അപ്പോൾ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് എന്ത് കൊണ്ടുവരുന്നത്? അമേരിക്കയുടെ ഇൻട്രൊഡക്ഷൻ പേജായ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ കൊണ്ടുവരുന്നത്. സോ ഹൂ ഇൻട്രൊഡ്യൂസ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ ദാറ്റ് വാസ് ജവഹർലാൽ നെഹ്റു ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ഡേറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് പഠിക്കാം. എന്നാണ് ജവഹർലാൽ നെഹ്റു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഓക്കെ, എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് ഓൺ December 13, 1946. December 13, 1946 എന്ത് ചെയ്യുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോം ചെയ്ത് 6 ഡിസംബർ 1946 ഫോം ചെയ്യുന്നു. ആദ്യ മീറ്റിംഗ് നടക്കുന്നത് 9th ഡിസംബറിൽ നടക്കുന്നു. രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആവുന്ന 11th ഡിസംബർ. അപ്പോൾ നമുക്ക് എല്ലാം ഒരു 2-3 ദിവസത്തെ വ്യത്യാസമുള്ളൂ. അടുത്ത കൃത്യം 2 ദിവസം എന്ന് വെച്ചാൽ 13 ഡിസംബർ 1946. അപ്പോൾ 13 ഡിസംബർ 1946 തന്നെ ആദ്യ ഇൻട്രൊഡക്ഷൻ പേജ്, നമ്മൾ ഇത് ബുക്കിലോട്ട് കടക്കാൻ പോകുമ്പോൾ അതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ പേജ് എങ്ങനെ അയക്കണമെന്ന് തീരുമാനിക്കുമല്ലോ. അതേപോലെ തന്നെയാണ് വരുന്നത്. ജവഹർലാൽ നെഹ്റു എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ഹി ഇൻട്രൊഡ്യൂസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഓഫ് ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ആരെ ഫ്രണ്ടിൽ? ജവഹർലാൽ നെഹ്റുവിന് ഒരിക്കലും എന്താണ് സ്വന്തമായിട്ട് ഇത് പാസ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ അടുത്ത് പോയിട്ട് ഇത് കാണിക്കണം. അവർ യെസ് എന്ന് പറയുന്ന സാധനം മാത്രം എന്താണ് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇത് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു ഓൺ 13th ഡിസംബർ 1946 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് പാസ് ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ചർച്ചയ്ക്ക് വെക്കണം. ഇതിൽ എന്തൊക്കെ വ്യത്യാസം വരുത്താം? BN റാവു നമുക്കൊരു ഡ്രാഫ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നെഹ്റു അമേരിക്കയിൽ പോയിട്ട് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ഒന്ന് കൊണ്ടുവരാൻ. അപ്പോൾ ഓരോ വാക്ക് ബൈ വാക്ക് നമ്മൾ ഈ നേരത്തെ കണ്ട ഇതിലെ ഓരോ വാക്കുകൾ, ഓക്കെ, എന്തൊക്കെ അയക്കണേ വാക്കുകൾ, ഓക്കെ, ഓരോ വാക്കിന്റെ മീനിങ്സ് എവിടെയൊക്കെ ടച്ച് ചെയ്യണം, അതെല്ലാ കാര്യവും എന്താണ് ഈ പ്രിയാമ്പിളിന്റെ അത് ഫുള്ള് ചർച്ച ചെയ്തിട്ട് മാത്രമാണ് പാസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവരെല്ലാ ചർച്ചയും കഴിഞ്ഞിട്ട് എന്നാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പാസ് ചെയ്തത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പാസ് ചെയ്യുമ്പോൾ പിന്നെ അത് അറിയപ്പെടുന്ന ആസ് ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്നറിയപ്പെടും. എന്നാണ് പാസ് ചെയ്തതെന്ന് വെച്ചാൽ ഓൺ 22nd ജനുവരി 1947. ഡേറ്റ് ഓർത്ത് വയ്ക്കണം. ഇത് December 13 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നാൽ പാസ്സാവുന്നത് 22nd ജനുവരി 1947 ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി യുനാനിമസ്ലി എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ സമ്മതത്തോടെ പാസ് ചെയ്യുന്നതാണ് യുനാനിമസ്ലി എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആസ് പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യയുടെ പ്രിയാമ്പിൾ ആയിട്ട് പാസ് ചെയ്തത് ഓൺ 22nd ജനുവരി 1947. രണ്ട് ഡേറ്റ് മാറി മാറി പരീക്ഷ ചോദിക്കും, ഇൻട്രൊഡ്യൂസും പാസും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചത് ആരെന്ന് വെച്ചാൽ നെഹ്റു ആണ് ബാക്കിൽ വർക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് എന്തെന്ന് വിളിക്കുന്നു? ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ. പ്രിയാമ്പിളിന്റെ ആർക്കിടെക്ട് ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ആർക്കിടെക്ട് ഓഫ് പ്രിയാമ്പിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. നമ്മൾ ഈ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ പ്രിയാമ്പിൾ നോക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് തുടങ്ങുന്നത് അത് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ആർ ദ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ഓഫ് പ്രിയാമ്പിൾ? എന്താണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതുപോലെയാണ് വരുന്നത്. ദ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് ഓഫ് ദ ഓപ്പണിംഗ് വേർഡ്സ് ഓഫ് പ്രിയാമ്പിൾ എന്തെന്ന് വെച്ചാൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ പറയുന്നു എന്ന് പറയും. ഇന്ത്യ എങ്ങനത്തെ രാജ്യമാണ്, ആ കാര്യങ്ങളൊക്കെയാണ് പ്രിയാമ്പിളിന്റെ അകത്ത് പറയുന്നത്. അപ്പൊ സ്റ്റാർട്ടിംഗ് ലെറ്റേഴ്സ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഫുൾ പ്രിയാമ്പിൾ അറിയണ്ടെങ്കിൽ ഒരു SSC പോയിന്റ് ഓഫ് വ്യൂവിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കണം. ഓക്കെ, ഇനി പ്രിയാമ്പിളിന്റെ ഒരേ ഒരു ഡേറ്റ്. ഓക്കെ, പ്രിയാമ്പിൾ നോക്കാം. പ്രിയാമ്പിളിന്റെ ഡേറ്റ് നോക്കാം. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെഡിയാക്കാൻ പോകുമ്പോൾ അതിന്റെ ഫ്രണ്ട് പേജാണ് ആദ്യം ഇവർ സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഇവർ സെറ്റ് ചെയ്ത് എല്ലാം വച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രിയാമ്പിളിനെ എന്നാണ് ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ ഇങ്ങനെ നിങ്ങൾ വായിച്ച് പോകുമ്പോൾ അതിൽ ഒറ്റ ഡേറ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ആ ഡേറ്റ് ഏതെന്ന് വെച്ചാൽ നമ്മളെ പ്രിയാമ്പിൾ എഴുതി തയ്യാറായ ഡേറ്റ് ആണ്. ദാറ്റ് ഈസ് 26 നവംബർ 1949. അല്ലെങ്കിൽ നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ് ഏതെന്ന് വെച്ചാൽ 26 നവംബർ 1949. എന്നാണോ ഇത് ഇതായിട്ട് വരുന്നത്, എന്താണ് കെയിം ഇൻ ടു ഫോഴ്സ് 26 ജനുവരിയാണ്. ആ ഡേറ്റ് പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടില്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ വേറെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ടെങ്കിലും എവിടെ പറയുന്നില്ല. പ്രിയാമ്പിളിന്റെ അകത്ത് ഒറ്റ ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് എന്നാണ് എഴുതി തീർന്നത്. എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തീർന്നോ ആ ഒരു ഡേറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അത് എവിടെ നോക്കിയോളാം, എഴുതിയിട്ടുണ്ട്. ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓക്കെ enacted into ഓക്കെ, ഇതിൽ ആ ഡേറ്റ് ഇതാ ഇവിടെ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദിസ് ഇവിടെ വേർഡിങ്സിലാണ് എഴുതിയിട്ടുള്ളത് 26th. ഓക്കെ,
in our constituent assembly this 26th day of November 1949. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ ഡേറ്റ് മാത്രം എന്താണ് പ്രിയാമ്പിളിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ലാസ്റ്റ് പാരയ്ക്കകത്ത്. ഓക്കെ, ഇവിടെ മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ ഡേറ്റ്. അല്ലാതെ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡേറ്റ് മറ്റൊന്ന് മെൻഷൻ ചെയ്തിട്ടെന്ന് വെച്ചാൽ ഒരു ഡേറ്റും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, താഴെ കാണുന്ന ഇയർ എന്ന് പറയുന്നത് അത് അമൻമെന്റ്, അത് നമ്മൾ കുറച്ചിന് പഠിക്കും. അമൻമെന്റിന്റെയാണ് എഴുതിയിട്ടുള്ളത്. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് ഒറ്റ ഡേറ്റ് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 26th November 1949 എന്ന ഒറ്റ ഡേറ്റ്. 26th January ഒരു ഡേറ്റും എന്താണ് മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ആർക്കിടെക്റ്റ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു, ഇനിയാണ് ഈ വാക്കുകൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു മുമ്പ് ആദ്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളോട് ചോദിക്കുന്നത് ഓൺലി ഡേറ്റ് മെൻഷൻഡ് ഇൻ പ്രിയാമ്പിൾ ചോദിച്ചാൽ ഈ ഒരു ഡേറ്റ് മാത്രമാണ് എഴുതേണ്ടത്. ഇനി പരീക്ഷയ്ക്ക് മറ്റൊരു ചോദ്യം വരും, ഓൺ വിച്ച് ഡേറ്റ് വാസ് ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ ഗോട്ട് അഡോപ്റ്റഡ്. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്നാണ് പ്രിയാമ്പിളിനെ അഡോപ്റ്റ് ചെയ്തത്. എന്നാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ആവുന്നത്? 26 November 1949 അല്ലേ? അതേ ഡേറ്റിൽ തന്നെയാണ് ഇന്ത്യൻ പ്രിയാമ്പിളും അഡോപ്റ്റഡ് ആയിട്ടുള്ള. പരീക്ഷ വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, കേൾക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും പഠിച്ചിട്ടില്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു സാധനത്തിനെയും എഴുതി അന്ന് 26 November 1949 എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതിനെല്ലാം ആ ഡേറ്റിൽ തന്നെയാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി പ്രിയാമ്പിൾ, രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പ്രിയാമ്പിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എന്ത് പറയുന്നുണ്ട്, ഇന്ത്യ എന്ത് പറയുന്നുണ്ട്? ഓക്കെ, ശ്രദ്ധിച്ചോണം. നോക്കാം, അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പ്രിയാമ്പിൾ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മെയിൻ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, എയിംസ്. ഓക്കെ, ഇന്ത്യ എന്ത് രാജ്യം എന്നല്ല പറയുന്നത്, എന്താണ് പറയാൻ പോകുന്നത്? അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എങ്ങനെ ആയിരിക്കണം? ഓക്കെ, ഇന്ത്യയുടെ മെയിൻ എയിം എന്തെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് ലിബർട്ടി വേണം, ഇന്ത്യക്കകത്ത് ഇക്വാലിറ്റി വേണം, ഇന്ത്യക്കകത്ത് ഫ്രട്ടേണിറ്റി വേണം, ഇന്ത്യക്കകത്ത് ജസ്റ്റിസ് വേണം. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ഇന്ത്യക്കകത്ത് വേണമെന്നാണ് നിർബന്ധമായിട്ട് പറയുന്നത്. സോ ദ എയിംസ് ഓർ ഒബ്ജക്റ്റീവ്, ഇന്ത്യ എന്നുള്ള രാജ്യം ജീവിക്കുന്ന 4 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇവിടെ ലിബർട്ടി, എല്ലാവർക്കും ഫ്രീഡം വേണം. ഇവിടെ ഇക്വാലിറ്റി, എല്ലാവരും തുല്യരായിരിക്കണം. ഇവിടെ ഫ്രട്ടേണിറ്റി, അങ്ങോട്ട് സഹോദര സ്നേഹം വേണം, എല്ലാവരും തമ്മിൽ ബ്രദർഹുഡ് വേണം, എല്ലാവരും തമ്മിൽ ബ്രദർഹുഡ് അല്ലെങ്കിൽ സഹോദര സ്നേഹം വേണം. ഇനി ജസ്റ്റിസ്, എല്ലാവർക്കും നീതി ലഭിച്ചിരിക്കണം. ഈ 4 ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിൽക്കുന്നത്. ഓക്കെ, ദീസ് ആർ ദ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്. ശ്രദ്ധിച്ചോണം, അടുത്ത പോയിന്റ് വരുമ്പോൾ മാറും. ഓക്കെ, അപ്പോൾ ഇതിലെ ആദ്യത്തെ 3 പദങ്ങൾ, ദാറ്റ് ഈസ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, ഈ 3 വാക്ക് ലോകത്ത് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന രാജ്യം ഫ്രാൻസ് ആണ്, ത്രൂ ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനിലൂടെ വന്ന് ഇന്ത്യക്കകത്ത് കയറിയ 3 വാക്കുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. എന്നാൽ ജസ്റ്റിസ് എന്നുള്ള വാക്ക് ലോകത്ത് തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ് റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, ദ ടേം ജസ്റ്റിസ് വാസ് അഡോപ്റ്റഡ് ഫ്രം വിച്ച് കൺട്രി ബൈ ഇന്ത്യ. ജസ്റ്റിസ് എന്ന് പറഞ്ഞ പദം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലോട്ട് ഇന്ത്യ ഏത് രാജ്യത്തിൽ നിന്നാണ് കടം വാങ്ങിച്ചിട്ട് അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രം റഷ്യ. എന്നാൽ ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എവിടെ നിന്ന് വാങ്ങിച്ചു? ഫ്രാൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നോക്കാം, ഈ പോയിന്റ് പോണതിന് മുമ്പ് ശ്രദ്ധിക്കുക. അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ, പ്രിയാമ്പിൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങനത്തെ രാജ്യം, നേരത്തെ ഞാൻ പറഞ്ഞ ഇന്ത്യയുടെ എയിം ആണ് പറഞ്ഞത്, ഇന്ത്യ എങ്ങനത്തെ രാജ്യം ആയിക്കണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ്? ദാറ്റ് ഈസ് എന്താണ്? ലിബർട്ടി വേണം, ഇക്വാലിറ്റി വേണം, ഫ്രട്ടേണിറ്റി വേണം, പിന്നെ ജസ്റ്റിസ് വേണം. എന്നാൽ ഇന്ത്യ എങ്ങനത്തെ രാജ്യമാണ്, ഇന്ത്യയുടെ കൺട്രി എങ്ങനത്തെ, ഇന്ത്യയുടെ എയിം വേറെ, ഇന്ത്യ എങ്ങനത്തെ രാജ്യം. ഇന്ത്യ എങ്ങനത്തെ രാജ്യം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു സൊവേർജിൻ രാജ്യമാണ്, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണ്, ഒരു സെക്യുലർ രാജ്യമാണ്, ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. 5 ക്വാളിറ്റീസ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്നുള്ളതാണ്. ഇന്ത്യ സൊവേർജിൻ രാജ്യം. സൊവേർജിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ മുകളിലോട്ട് ഭരിക്കാൻ മറ്റൊരു രാജ്യമില്ല. ഓക്കെ, ഇന്ത്യ ഇന്നൊരു ബില്ല് പാസ്സാക്കാൻ ഒരിക്കലും ബ്രിട്ടന്റെ അടുത്ത് പോകാറില്ല. പോർച്ചുഗീസുകാരോടോ ഫ്രഞ്ചുകാരോടോ ഇന്ത്യ ഇതിനു മുമ്പ് ഭരിച്ച ആരടുത്തും പോയി ചോദിക്കാറില്ല. ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കും, അത് ഇന്ത്യൻ്റെ ഫുൾ ആപ്ലിക്കബിൾ ആണ്. നാളെ UN വരെ പറയണം ഈ നിയമം പാസ്സാക്കാൻ പറ്റൂലെന്ന്, നമ്മൾ കൂടിപ്പോയി എന്ത് ചെയ്യും? UN മെമ്പർഷിപ്പ് നമ്മളെ. അല്ലാതെ നമുക്ക് ലോകത്ത് ഒരു രാജ്യത്തിനെ പേടിക്കേണ്ട ആവശ്യമില്ല, ആരുടെ അടിമയല്ല നമ്മൾ. സോ ഇന്ത്യ ആസ് എ സൊവേർജിൻ കൺട്രിയാണ്. ഇന്ത്യ ഭരിക്കാനും ആരുമില്ല, കൺട്രോൾ ചെയ്യാനും ആരുമില്ല. ഇന്ത്യയെ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യക്കാർ മാത്രം. ഓക്കെ, അതിന് സോഷ്യലിസ്റ്റ്. സോഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സോഷ്യൽ ജസ്റ്റിസ്, അതിന്റെ മീനിങ് അറിഞ്ഞു വെച്ചാൽ സോഷ്യൽ ജസ്റ്റിസ് ടു എവരിവൺ. സോഷ്യൽ ജസ്റ്റിസ് ടു എവരിവൺ. ഇവിടുത്തെ കോടതി നിയമം പുറത്തിറക്കുന്നത് പാവപ്പെട്ടവനും ഒരു നിയമം, പണക്കാരനും ഒരു നിയമമാണ്. ഇവിടെ പ്രത്യേകമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടില്ല BPL കാർഡുകാർക്ക് ഈ നിയമം, APL കാർഡുകാർക്ക് നിയമം, അങ്ങനെയൊന്നുമില്ല. ഫുൾ ഇന്ത്യക്ക് ഒറ്റ നിയമമാണ്. ഇവിടെ സോഷ്യൽ ജസ്റ്റിസ് ആണ്, ആർക്കും പ്രത്യേകതയൊന്നുമില്ല. ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള രാജ്യമാണ്. ഓക്കെ, അടുത്ത സെക്യുലർ. ഇവിടെ എല്ലാ മതത്തിനും
എല്ലാ വിധത്തിലുള്ള പവറും ഉണ്ട്. ഓക്കെ, ലോകത്ത് ഒരു രാജ്യവും കാണാൻ പറ്റൂല ഇത്രമാത്രം മതങ്ങളും ഇത്രമാത്രം പോപ്പുലേഷൻ ഉള്ള രാജ്യം. ഇത്രയും ഹ്യൂജ് പോപ്പുലേഷൻ, ഏകദേശം 140 കോടി പ്ലസ് പോപ്പുലേഷൻ ഉണ്ടായിട്ട് ഇന്ത്യയിൽ ഇല്ലാത്ത മതമൊന്നുമില്ല. ഇന്ന് പാർസി, ഓക്കെ, വിദേശത്ത് വന്ന മതമാണ്. എന്നാൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ന് പാർസീസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇന്ത്യക്ക് പുറത്ത് വളരെ കുറച്ച് പാർസീസിന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതേപോലെ സിഖ്, ജൈൻ, ബുദ്ധമതം, എല്ലാ മതവും ഇന്ത്യക്കകത്തുണ്ട്. ഓക്കെ, നമ്മൾ പറയും ഇന്ത്യക്കകത്ത് എന്താണ് റിലീജിയസ് കോൺഫ്ലിക്റ്റ്. നമ്മളൊരു കോമൺ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിന്റെ അപ്പുറത്തുള്ള ഹിന്ദു മുസ്ലിം തമ്മിൽ എന്തെങ്കിലും റിവോൾട്ട് ഉണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. ഹിന്ദു ക്രിസ്ത്യൻസ് തമ്മിൽ ആരും തമ്മിൽ എന്താണ് ഒരു റിവോൾട്ടോ ഇഷ്യൂസോ ഒന്നും വരുന്നില്ല. പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടി പലതും കൊണ്ടുവരുന്നതല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സെക്യുലർ കൺട്രി ഇൻ ദ വേൾഡ്. വേൾഡിൽ തന്നെ ഏറ്റവും സെക്യുലർ രാജ്യം നമുക്ക് ഏതെന്ന് പറയാൻ പറ്റും? ഇന്ത്യ എന്ന് പറയാൻ പറ്റും, ഇറസ്പെക്റ്റീവ് ഓഫ് ഏതൊക്കെ ഗവൺമെന്റ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടോ. ഓക്കെ, അത് ഇന്ത്യയുടെ ഒരു ക്വാളിറ്റിയാണ്. ഇന്ത്യയുടെ ഏതൊക്കെ ലീഡേഴ്സും ഒന്ന് ഭരിച്ചപ്പോഴും ഇന്ത്യയുടെ സെക്യുലറിസം ഒരിക്കലും കളഞ്ഞിട്ടില്ല ടിൽ ഡേറ്റ്. ഓക്കെ, ഇനി ഡെമോക്രാറ്റിക്, ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് രാജ്യമാണ്. ഇവിടെ കറക്റ്റായിട്ട് നടക്കുന്നത് എന്തെന്ന് വെച്ചാൽ എലക്ഷൻ കറക്റ്റായിട്ട് നടക്കാറുണ്ട്. വേറെ എന്ത് ഇന്ത്യയിൽ കറക്റ്റായിട്ട് നടന്നിട്ടില്ലെങ്കിലും എലക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാറുണ്ട്. എല്ലാ 5 വർഷം കൂടുമ്പോൾ ഇവിടെ പ്രോപ്പർ എലക്ഷൻ, അത് തന്നെയാണ് ഒരു രാജ്യത്തിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത്. ഇപ്പൊ ശ്രീലങ്ക എന്ത് നടക്കുന്നു, പാകിസ്ഥാൻ എന്ത് നടക്കുന്നു, റഷ്യ, ചൈന, ഇവിടെ ഒന്നും പ്രോപ്പർ എലക്ഷൻ നടക്കാറില്ല. ഓക്കെ, അവരെ നേതാവ് വരുന്നു ഓരോ വർഷത്തേക്ക്. ഇപ്പോൾ പുടിൻ, വ്ളാഡിമിർ പുടിൻ 2036 വരെ ഞാൻ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് എന്താണ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പറയുമ്പോൾ ഡെമോക്രാറ്റിക് രാജ്യം എന്ന് പറയും. പക്ഷെ എന്നാൽ ഡെമോക്രാറ്റിക് എന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ അല്ല. എന്ത് പറയുന്നു? ചൈന ഇതേപോലെ ഒരു പോളിസി കീപ്പ് ചെയ്യുന്നതാണ് ചൈന. സി ജിൻപിങ് ആണ് പെർമനന്റ് പ്രസിഡന്റ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന രാജ്യം വെച്ച് ഇന്ത്യയെ കമ്പയർ ചെയ്യുക. എല്ലാ 5 വർഷം കഴിയുമ്പോൾ എന്താണ് ഏതൊരു ഇന്ത്യയിലെ ഏറ്റവും വലിയ ലീഡേഴ്സ് ആരായാലും എന്താണ് കോമൺ മാനായിട്ട് തിരിച്ചു വന്ന് ഇലക്ഷന് നിൽക്കണം. നരേന്ദ്രമോദി ആയിക്കോട്ടെ, ദ്രൗപദി മുർമു ആയിക്കോട്ടെ, എല്ലാ 5 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും എന്താണ് ഇറങ്ങി വന്ന് ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് ഇന്ത്യയുടെ ഡെമോക്രസിയുടെ പവർ എന്ന് പറയുന്നത്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഡെമോക്രസി വെച്ചാലും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. ഇന്ത്യയുടെ തലപ്പത്ത് ആരൊക്കെ ഭരിക്കാൻ വന്നിട്ടുണ്ടോ അവരെല്ലാം എലക്ഷൻ ഫേസ് ചെയ്തിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ആരും വെറുതെ ഫേസ് ചെയ്ത് ഒരിക്കലും വന്നിട്ടില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഏറ്റവും വലിയ വ്യക്തി ഇന്ത്യയുടെ. അപ്പൊ അദ്ദേഹം എലക്ഷൻ ഫേസ് ചെയ്യാതെ ഒരിക്കലും ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ പറ്റില്ല. വെറുതെ പിടിച്ച് ആരെയും പ്രസിഡന്റ് ആക്കാനും പറ്റില്ല. ഓക്കെ, ഇതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രിയാമ്പിൾ പറയുന്നു ഇന്ത്യ ഒരു സോവേർജിൻ രാജ്യമാണ്, സോഷ്യലിസ്റ്റ് രാജ്യമാണ്, സെക്യുലർ രാജ്യമാണ്, ഡെമോക്രാറ്റിക് രാജ്യം, റിപ്പബ്ലിക് രാജ്യം. ഈ ഓർഡർ വരെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഓർഡർ പഠിച്ചു വെക്കണം. ഓക്കെ, SOSOSE. ഓക്കെ, സോവേർജിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. അതാണ് എൻ്റെ ഓർഡർ. എന്നാൽ ഇന്ത്യയുടെ എയിംസ് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫെറ്റേണിറ്റി ആൻഡ് ജസ്റ്റിസ് ആണ്. ഓക്കെ, അത് എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ്. ഇത് ഇന്ത്യ, വാട്ട് കൈൻഡ് ഓഫ് എ കൺട്രി ഇന്ത്യ ഈസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിയാമ്പിളിന് ഇത്രയേ ഉള്ളൂ. പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് ഇത്രയേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം കൂടി, പ്രിയാമ്പിളിനെ അമൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ എഴുതി വെച്ചിട്ടുള്ള പ്രിയാമ്പിൾ എഴുതി വന്നപ്പോഴത്തേക്കും 26th നവംബർ 1949 പ്രിയാമ്പിൾ എഴുതി അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ പ്രിയാമ്പിളിന് ഒരു വ്യത്യാസമില്ല, അതങ്ങനെ റൺ ചെയ്തു പോയി. എന്നാൽ 1976 ആയപ്പോൾ, 1976 ആയപ്പോൾ ഈ എഴുതി വെച്ചിട്ടുള്ള പ്രിയാമ്പിളിന്, ഓക്കെ, 49 എഴുതി വെച്ച ഈ പ്രിയാമ്പിളിന് ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്തോട്ട് 2 വാക്കിനെ ഇൻസേർട്ട് ചെയ്ത്, ആ വാക്കുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ സോഷ്യലിസ്റ്റും സെക്യുലറും. സോഷ്യലിസ്റ്റും സെക്യുലറും എന്ന് പറഞ്ഞ 2 വാക്ക് എന്ത് ചെയ്തു? ഈ പ്രിയാമ്പിളിന്റെ അകത്തോട്ട് ഇൻസേർട്ട് ചെയ്തു. ആരാണ് ഇൻസേർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധിയാണ്. അപ്പോൾ പ്രിയാമ്പിളിനെ എഴുതി വച്ചിട്ടുള്ള ഒരു നിയമത്തിൽ ഒരു വ്യത്യാസം വരുത്തുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? അമെൻമെന്റ് എന്ന് വിളിക്കും. അമെൻമെന്റ് എന്ന് വിളിക്കും. സോ ദ പ്രിയാമ്പിൾ ഓഫ് ഇന്ത്യ ഗോട്ട് അമെൻഡഡ് ഓൺലി വൺസ്. ഒരൊറ്റ തവണ മാത്രമേ അമെൻഡ് ചെയ്തിട്ടുള്ളൂ. ആ അമെൻഡ് ചെയ്ത വർഷമാണ് 1976. 1976 അമെൻഡ് ചെയ്തത്. എത്രാമത്തെ അമെൻമെന്റ് ആയിരുന്നു അതെന്ന് വെച്ചാൽ ദാറ്റ് വാസ് എ 42nd അമെൻമെന്റ് ആക്ട്. 42nd അമെൻമെന്റ് ആക്ട് 1976. 42ാമത്തെ ഭേദഗതി, 42ാമത്തെ അമെൻമെന്റ് വഴിയാണ് പ്രിയാമ്പിൾ, ഇന്ത്യയുടെ ആദ്യ ഇൻട്രൊഡക്ഷൻ പേജിന് എന്താണ് അമെൻഡ് ചെയ്ത് 2 വാക്കുകൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമുക്ക് പിന്നെ പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് അത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ പഠിക്കാം. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഇത്ര മാത്രം ഓർത്താൽ മതി. പ്രിയാമ്പിൾ ഗോട്ട് അമെൻഡഡ് ഓൺലി വൺസ്, ഒരൊറ്റ തവണ. ബാക്കി ആരും അതിനെ അമെൻഡ് ചെയ്യാനോ ഒന്നിനും തൊടാനോ ഒന്നിനും പോയിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ, ആക്ച്വലി ഒരു കേസും പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട കേസല്ല. ഇതെല്ലാം ഇന്ത്യക്കകത്ത് സുപ്രീം കോടതി നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 കേസസ് ആണ് വരുന്നത്. ഈ 3 കേസസിന്റെ അകത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ കേസസ് വേറെ കേസാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും, പ്രിയാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസും അല്ല. പക്ഷെ ഈ കേസ് ഇവിടെ രാജ്യത്തിന്റെ അകത്ത് വന്നപ്പോഴത്തേക്കും സുപ്രീം കോടതി കേസ് കേട്ടോണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ആ പ്രിയാമ്പിളിന്റെ കാര്യം മെൻഷൻ ചെയ്യേണ്ടി വന്നു. ഓക്കെ, എവിടെയൊക്കെ സുപ്രീം കോടതിയുടെ ജഡ്ജിന്റെ, ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് എന്ത് വീഴുന്നു? പ്രിയാമ്പിൾ എന്ന്
എന്നൊരെണ്ണം പദം വീഴുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈ കേസസ് പഠിക്കേണ്ടി വരുന്നു. എന്താണ് പ്രിയാമ്പിളിനെ കുറിച്ച് അന്നത്തെ ജഡ്ജ് പറഞ്ഞത്? അതാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കേസ് വരുന്നതാണ് ബേരൂബാരി കേസ്. ഓക്കെ, എന്താണ് ബേരൂബാരി എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി ഒരു പോലീസ് സ്റ്റേഷനാണ്. ഒരു പോലീസ് സ്റ്റേഷനാണ് ബേരൂബാരി എന്ന് ഒരു ചെറിയ സ്ഥലം. ഇപ്പം നിങ്ങളുടെ വീടിരിക്കുന്ന ആ ഒരു ഏത് പ്ലേസിലാണ് ഇരിക്കുന്നത് അതിന് എന്താണ് നമുക്കൊരു ബേരൂബാരി എന്ന് വിളിക്കാൻ പറ്റും. വളരെ ചെറുതായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷനായിരുന്നു. ഓക്കെ, അപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ഇന്ത്യയുടെയും ഇന്നത്തെ ബംഗ്ലാദേശിലെ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെയും ഇന്നത്തെ ബംഗ്ലാദേശ്. ഓക്കെ, പണ്ടെന്നാ അത് ബംഗ്ലാദേശ് അല്ലായിരുന്നു. ബംഗ്ലാദേശ് ആവുന്നത് 1971 ആവുന്നുള്ളൂ. അതിനു മുമ്പ് വരെ ബംഗ്ലാദേശിന് അറിയപ്പെട്ടിരുന്നത് എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരയ്ക്കാം. ഇതിപ്പോ സപ്പോസ് ഇന്ത്യയുടെ മാപ്പാണെന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ സ്പേസ്. ഓക്കെ, ഇതിപ്പോൾ ഇന്ത്യ ആണെന്ന് കൺസിഡർ ചെയ്തോളാം. ഇത് ഇപ്പോൾ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പം ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരുന്ന രണ്ട് ഭാഗമായിരുന്നു. ഒന്ന് പാകിസ്ഥാൻ എന്നുള്ളത്. ഓക്കെ, പാകിസ്ഥാൻ എന്തായി പുതിയൊരു രാജ്യമായിട്ട് മാറുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഇന്ന് നമ്മൾ കാണുന്ന ബംഗ്ലാദേശ് ഈ ഏരിയ ഇതിനെന്തെന്ന് വിളിച്ചെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് വിളിച്ചു. ഓക്കെ, ഈസ്റ്റ് പാകിസ്ഥാൻ. ഇത് ബംഗ്ലാദേശ് അല്ലായിരുന്നു, ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നു ഇതിരുന്നത്. ഓക്കെ, ഇങ്ങനെ രണ്ട് ഏരിയ ആയിട്ടാണ് ഇരുന്നത്. ഇതെന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശിൽ ഇനി ഈ ഒരു ഏരിയയിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു കുഞ്ഞൊരു പോലീസ് സ്റ്റേഷൻ, ഇത്രയൊന്നുമില്ല, വളരെ ചെറിയൊരു ഏരിയയാണ്. ഈ ഏരിയ എന്തെന്നാണ് വിളിച്ചത്? ബേരൂബാരി എന്ന് വിളിച്ചു. ബേരൂബാരി എന്ന് വിളിച്ചു. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നപ്പോൾ ഇപ്പൊ നമുക്ക് ബോർഡർ വരച്ച് രണ്ടായിട്ട് മുറിക്കുകയാണ്. പാകിസ്ഥാൻ ഇങ്ങോട്ട് കൊടുത്തു. ഇത് ഇവിടെയും വരച്ചപ്പോഴത്തേക്ക് ഈ പോലീസ് സ്റ്റേഷൻ ആർക്ക് കൊടുക്കണമെന്ന് അറിഞ്ഞൂടെ? ഈ പോലീസ് സ്റ്റേഷന്റെ നടുക്ക് കൂടെ എന്ത് പോയി? വര പോയി. അപ്പൊ ഈ പോലീസ് സ്റ്റേഷന്റെ പകുതി ഏരിയ ഇന്ത്യയായി, പകുതി ഏരിയ ഈസ്റ്റ് പാകിസ്ഥാനുമായിട്ട് നിന്നു. അപ്പൊ ജനങ്ങൾ തമ്മിൽ തർക്കം വന്നു, പോലീസ് സ്റ്റേഷൻ ആർക്ക് കൊടുക്കും, ആർക്ക് കൊടുക്കുമെന്ന്. അങ്ങനെ കുറേ കാലം ഇത് മുമ്പിലോട്ട് പോയി. ഓക്കെ, ഇന്ത്യ 47 സ്വാതന്ത്ര്യം നേടുന്നു. ഒരു 13 വർഷത്തോളം ഇത് ഇങ്ങനെ കിടക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഇന്ത്യൻ ഗവൺമെന്റും പാകിസ്ഥാൻ ഗവൺമെന്റും കൂടി ഒരു തീരുമാനത്തിൽ വന്നു, ഇത് ആരൊക്കെ പോകണം. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ എന്തായാലും കുറെ നഷ്ടം പോയി. പാകിസ്ഥാൻ പോയി, ഈസ്റ്റ് പാകിസ്ഥാൻ എല്ലാം നഷ്ടത്തിലാണ് പോയത്. പിന്നെ എന്തിനാണ് ഈ ഒരു ചെറിയ ഏരിയയും കൂടി നമ്മൾ പിടിച്ചു വയ്ക്കുന്നത്? ഇതങ്ങ് വിട്ടുകൊടുക്കാന്ന് ഇന്ത്യൻ ഗവൺമെന്റ് വെച്ചു. അപ്പൊ ഇങ്ങനെയാണ് പിന്നെ ബോർഡർ ലൈൻ പോകണം. ഈ നടുക്കിലത്തെ വര പിന്നെ ഇല്ല. ഓക്കെ, ഈ നടുക്കിലത്തെ വര പിന്നെ ഇല്ല. പിന്നെ വര പോകുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് വര പോകുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വര പോകുന്നത്. ഓക്കെ, ഇതിപ്പോ പിന്നെ ഫുൾ എന്തായി? ഈസ്റ്റ് പാകിസ്ഥാൻ എന്നറിയപ്പെട്ടു. അപ്പൊ ഇതിന്റെ പുറത്ത് എന്ത് ചെയ്തു? ഇന്ത്യൻ ഗവൺമെന്റ്, അന്നത്തെ ഗവൺമെന്റ് ഈ ഏരിയ വിട്ടുകൊടുത്തുകൊണ്ട് ഇതൊരു കേസായിട്ട് പോകുന്നു. എന്തായിട്ട് പോയി? ഒരു കേസായിട്ട് പോകുന്നു. ആ കേസിന്റെ പേരാണ് ബേരൂബാരി കേസ് എന്ന് പറഞ്ഞാൽ 1960 ഈ കേസ് സുപ്രീം കോർട്ടിൽ ഫയൽ ചെയ്യും. എന്തിനാണ് ഇന്ത്യ അങ്ങനെ സ്ഥലം വിട്ടുകൊടുക്കാൻ പോയത് പാകിസ്ഥാന്? നമ്മൾ ഒരിക്കലും അവർക്ക് ഒരു സ്ഥലം വിട്ടുകൊടുക്കാൻ പോകണ്ട, അവർ നമ്മളെ സ്ഥലത്ത് കയറി നമ്മളെ കാശ്മീർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരുപാട് കേസ് നടക്കുമ്പോഴാണോ ഇന്ത്യ ഇങ്ങനെ സ്ഥലം വിട്ടുകൊടുത്തത് എന്ന് ചോദ്യമാണ്. അങ്ങനെ ആ കേസ് കോടതിയിൽ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് ജഡ്ജിന്റെ വായിൽ നിന്ന് പ്രിയാമ്പിളിനെ കുറിച്ച് ഒരു മെൻഷൻ വരുന്നത്. അപ്പൊ നമ്മൾ കേസിനെ കുറിച്ചൊന്നും പഠിക്കേണ്ട, അത് കേസ് എന്തായോ അതൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മൾ ഇവിടെ പഠിക്കേണ്ട ജഡ്ജ് പറഞ്ഞ പ്രിയാമ്പിളിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. അന്ന് ജഡ്ജ് അവിടെ നിന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, പ്രിയാമ്പിൾ ഒരിക്കലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്റഗ്രൽ ഭാഗമല്ല. ഇന്റഗ്രൽ ഭാഗം എന്ന് പറയുമ്പോൾ മെയിൻ ഭാഗമല്ല. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട് പേപ്പർ മാത്രമാണ്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പേജ് മാത്രമാണ്. അതിന് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ബന്ധവുമില്ല. എങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രണ്ട് ബൈൻഡ് ഇരിക്കുന്നത്, ആ ബൈൻഡ് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ പേജ് ഇരിക്കുന്നു. അതല്ലാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബന്ധവും ആരൊക്കില്ല? ഈ പറയുന്ന പ്രിയാമ്പിളിന് ഇല്ല എന്ന് എന്ത് പറഞ്ഞു? അന്നത്തെ കേസ് പറഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഈ എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വെറും ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഇതെല്ലാം വെറും ഒരു പീസ് ഓഫ് പേപ്പർ, ചുമ്മാ എഴുതി വെച്ചിരിക്കുന്ന ഡയലോഗായിട്ട് മാറണമെന്നാണ് അന്നത്തെ ജഡ്ജ് പറഞ്ഞത്. അപ്പോൾ അതെന്താ? ആൾക്കാർ ഓക്കെ, കോടതി പറഞ്ഞാണ്, സുപ്രീം കോടതി പറഞ്ഞാണ്, ആരും ഒന്നും ചോദ്യം ചെയ്യാൻ പോയില്ല, അങ്ങനെ പോകും. പക്ഷെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞിട്ട് 1973 വീണ്ടും ഒരു കേസ് വരുന്നു. ദാറ്റ് ഈസ് എ കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ഈ സിറ്റുവേഷൻ എല്ലാം മാറി വീണ്ടും ഒരു കേസ് വരെയാണ്. കേസ് നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലാണ്. ഇത് കേരളമാണെന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ കേരളത്തിലുണ്ടായിരുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മഠാധിപതി ഉണ്ടായിരുന്നു, ഒരു സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു കേശവാനന്ദ ഭാരതി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരായിരുന്നു കേശവാനന്ദ ഭാരതി. ഓക്കെ, അപ്പൊ മഠാധിപതിയാണ്. അദ്ദേഹത്തിന്റെ എന്താണ് ആശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി ഒരു പോളിസി കൊണ്ടുവന്നു.
കൊണ്ടുവന്നു. ഇന്ദിരാഗാന്ധിയുടെ പോളിസി എന്താണെന്ന് വെച്ചാൽ 20 പോയിന്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് NH, ഇന്ത്യക്കകത്ത് ഫുള്ള് NH കണക്ട് ചെയ്യണം. ഇന്ത്യക്കകത്തുള്ള എല്ലാ ക്യാപിറ്റൽ സിറ്റീസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ടിവിറ്റി വേണം. അപ്പൊ ഇന്ത്യക്കകത്ത് നിന്ന് പോകുന്ന NH ത്രൂ ഔട്ട് റോഡ് കിട്ടും. നമുക്കറിയാം നാഷണൽ ഹൈവേ ആണ് NH എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരുവനന്തപുരം ക്യാപിറ്റലിൽ സ്റ്റാർട്ടായി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എവിടെ ടച്ചായി? കേശവാനന്ദ ഭാരതിയുടെ മഠാധിപതിയായിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കൂടെയാണ് ഈ വഴി പോകാൻ പോകുന്നത്. അപ്പൊ ഈ വഴി പോകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആശ്രമം വിട്ടുകൊടുക്കേണ്ടി വരും. നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിയമമുണ്ട്, എന്റെ വസ്തുവിന്റെ അവകാശം എനിക്ക് മാത്രമാണ്, മറ്റാർക്കും അല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നു നിങ്ങൾ വസ്തു വിട്ടു തരണം, എന്നാൽ ഇവിടെ രാജ്യത്തിന് വികസനം വരുള്ളൂ, റോഡ് കെട്ടാൻ പറ്റുള്ളൂ. ഉടനെ കേശവാനന്ദ ഭാരതി എന്തുകൊണ്ട് കൊടുക്കുന്നു? കേസ് കൊടുക്കുന്നു 1973. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കേസ് ഏതെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരിരുന്ന് കേട്ട കേസ് ഏതെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ്. എത്ര ജഡ്ജിമാരിരുന്ന് കേസ് കേട്ടെന്ന് വെച്ചാൽ 13 ജഡ്ജിമാരാണ് ഇത് കേസ് കേട്ടിട്ടുള്ളത്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത കേസാണ്. ഈ ഇടയ്ക്ക് ഇദ്ദേഹം സമാധിയാവുകയും ചെയ്തു, കേശവാനന്ദ ഭാരതി. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് വരുന്ന ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദിവസവും കേട്ട കേസ് ഏതെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച ഒരു കേസാണ്. ഇദ്ദേഹം പിടികൊടുക്കാതെ നിന്ന് ഒരുപാട് കേസ് ഇദ്ദേഹം ഫൈറ്റ് ചെയ്തു, സുപ്രീം കോടതി ചെന്നു. പിന്നെ ലാസ്റ്റിൽ വേറൊരു കാര്യം കൂടി ഓർത്ത് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കേട്ട കേസ് കേശവാനന്ദ ഭാരതി കേസ്. രണ്ടാമത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കേട്ട കേസ് ഏതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അയോധ്യ കേസ്. ഇന്ത്യയിൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ സമയമെടുത്ത് കേട്ട കേസ് ചോദിച്ചാൽ അയോധ്യ കേസ്, ഈ ഇടയ്ക്ക് വിധി വന്ന. അതാണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ സമയം എടുത്ത കേസ്, ഇത് കേശവാനന്ദ ഭാരതി കേസ്. അപ്പൊ ഈ കേസിലൂടെ ഒരു ഉത്തരവ് മാത്രമല്ല, ഒരുപാട് റിസൾട്ട്സ്, കംപ്ലീറ്റ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്തു പോയി. അതിലൊന്ന് ഇവിടെ നമ്മൾ പഠിക്കേണ്ട എന്തിനേയും കുറിച്ച് മെൻഷൻ ചെയ്തു? പ്രിയാമ്പിൾ. ഇതിലൊന്ന് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത് പ്രിയാമ്പിളിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അങ്ങനെ പ്രിയാമ്പിളിൽ വരുന്ന വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നോക്കാം. 60 സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? പ്രിയാമ്പിൾ ഇന്റഗ്രൽ ഭാഗമല്ല, ഒന്നുമല്ല ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. എന്നാൽ 73 കംപ്ലീറ്റ് ആയിട്ട് സുപ്രീം കോടതി തിരിച്ചു പറയാൻ പോവുകയാണ്. സുപ്രീം കോടതി പറയുന്നു യെസ്, പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ എല്ലാ പേജസിനും ഒരേ പവർ തന്നെയാണ്. എങ്ങനെയാണോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മറ്റ് പേജസ് എല്ലാം പറയുന്നത്, അതുപോലെ പവറുള്ള ഒരു ഇന്റഗ്രൽ പാർട്ട് തന്നെയാണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. പ്രിയാമ്പിളും ഒരു പ്രോപ്പർ നിയമം പറയുന്ന പേജ് തന്നെയാണെന്ന് ആര് പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു. അപ്പൊ പ്രിയാമ്പിളിന് എന്താണ്? പെട്ടെന്ന് പവർ കിട്ടി. മറ്റു കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതി വെച്ചിട്ടുള്ള 395 ആർട്ടിക്കിളും 22 പാർട്സും 8 ഷെഡ്യൂൾസും ഇതേപോലത്തെ പവർ ആർക്ക് കിട്ടി? പ്രിയാമ്പിളിനും കിട്ടി. അപ്പോൾ ആ ജഡ്ജ്മെന്റ് പറഞ്ഞ കേസ് ഏതെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി കേസാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെ മറ്റൊരു ജഡ്ജ്മെന്റും കൂടി പറഞ്ഞിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോട്ട് ചെയ്യാം. സുപ്രീം കോടതി അന്ന് പറഞ്ഞാണ്, സുപ്രീം കോടതി റൂൾഡ് ദാറ്റ് Parliament had the right, had the right എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, had the right to amend any of the parts of Indian Constitution എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പറയാണ് യെസ്, ഇന്ത്യക്കകത്ത് നിയമം തയ്യാറാക്കാനുള്ള പവർ ആർക്കെന്ന് വെച്ചാൽ പാർലമെന്റ് ആണ്. ഈ പാർലമെന്റിന് ഒരു പവറും കൂടി ഞാൻ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ പാർലമെന്റിന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏതൊരു നിയമം ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള അധികാരം മാത്രമല്ല വരുന്നത്, എഴുതി വെച്ചിട്ടുള്ള ഏത് നിയമമുണ്ടോ. ഇപ്പൊ നോക്കാം, നിയമം എഴുതി വെക്കുന്ന 1950 നിയമം എഴുതി വെക്കുന്നത്. എന്തായാലും കാലം മുമ്പിലോട്ട് പോകണം. ഈ 1950 നിയമം വെച്ച് ഇന്ന് 2020 നമുക്ക് ജീവിക്കാൻ പറ്റൂല. പല നിയമങ്ങളും മാറ്റി തന്നെ ആവണം. 1970s കഴിഞ്ഞപ്പം തന്നെ എന്താണ്, പല നിയമങ്ങളും മാറ്റേണ്ട ആവശ്യം വന്നു. അങ്ങനെ സുപ്രീം കോടതിയിൽ ഒരുപാട് കേസസ് വന്നപ്പോൾ, കേശവാനന്ദ ഭാരതി കേസ് വന്നപ്പോഴത്തേക്കും സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞു തീർച്ചയായിട്ടും നിയമങ്ങൾ മാറ്റാം. എന്താണ് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള ഏതൊരു പാർട്ടും ആ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈൻഡ് കഴിഞ്ഞിട്ട് ഏതൊക്കെ പേജസ് വരുന്നോ അതിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതെന്ത് മാറ്റാനുള്ള അധികാരം ആരൊക്കെയുള്ളൂ, നിയമം ആരൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടോ അവർക്ക് മാത്രമേ നിയമം മാറ്റാനോ അധികാരമുള്ളൂ. ദാറ്റ് ഈസ് പാർലമെന്റ്. ഏത് നിയമം ആരൊക്കെ മാറ്റാം? പാർലമെന്റിന് മാറ്റാം. പക്ഷെ മാറ്റുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ദാറ്റ് ഈസ് എഴുതി 1950 ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള ഈ നിയമം ഉണ്ടല്ലോ, 26 ജനുവരിയിൽ വന്നിട്ടുള്ള, അതിന്റെ ബേസിക് സ്ട്രക്ചർ മാറ്റാതിരിക്കാൻ നോക്കുക. 50 ഒരുപാട് പേര് മെനക്കെട്ടിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചിട്ട് എഴുതിയാണ്. അപ്പൊ അതിനൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ട്, ആ ബേസിക് സ്ട്രക്ചർ മാറില്ല. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പഴയ വീടുണ്ട്, ആ പഴയ വീടിനെ പുതുക്കിയാണ് റിനോവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ റിനോവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, അതിന്റെ അടിസ്ഥാനം, എൻ്റെ ബേസ്മെന്റ് മാറ്റല്ല, ബാക്കി നിങ്ങൾ മുകളിലോട്ട് പെയിന്റ് അടിക്കുക, പുതിയ നില കെട്ടുക, അല്ലെങ്കിൽ ഉള്ള നില ഇടിച്ച് കളയുക, എന്ത് വ്യത്യാസം വേണം വരുത്തിക്കും, പക്ഷെ എൻ്റെ ബേസ്മെന്റിന് നിങ്ങൾ തൊടാൻ പാടില്ല. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞ ഒരു നിയമത്തിന്റെ ബേസ് മാറ്റല്ല, ബേസിക് സ്ട്രക്ചർ മാറ്റാതെ ബാക്കി എന്ത് ചേഞ്ചസ് വേണോ നിങ്ങൾക്ക് അമെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ?
തീർച്ചയായിട്ടും എന്ത് പറ്റും, പ്രിയാമ്പിളിനെ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കേശവാനന്ദ ഭാരതി കേസിലൂടെ എന്താണ് പറയുന്നത്, പ്രിയാമ്പിൾ ഈസ് ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് വരുന്ന ഏതിനെ മാറ്റാനുള്ള പവർ പാർലമെന്റിനുണ്ടെങ്കിൽ പ്രിയാമ്പിളിനെ മാറ്റാനുള്ള പവർ ആർക്കുണ്ട്, പാർലമെന്റിനുണ്ട്. ഓർത്തോണം, ദ ത്രൂ വിച്ച് കേസ് ഡസ് സുപ്രീം കോർട്ട് സെഡ് ദാറ്റ് പാർലമെന്റ് ഹാസ് ഗോട്ട് ദ പവർ ടു അമെൻഡ് പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ. പിന്നെ പ്രിയാമ്പിളിനെ കുറിച്ച് പറയുന്ന മൂന്നാമത്തെ അവസാനത്തെ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ LIC ഓഫ് ഇന്ത്യ കേസ് എന്ന് പറയും. പരീക്ഷ ചോദിക്കാറുണ്ട്, വർഷം ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് 1995, 1995 വന്ന കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ. കേശവാനന്ദ ഭാരതി കേസ് വരുന്നത് 1973 വരുന്നത്. ഈ കേസ് പറയുന്നത്, ഇതിൻ്റെ ഫുൾ നെയിം എന്തെന്ന് വെച്ചാൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അദ്ദേഹം കേസ് കൊടുത്തത് ആരൊക്കെ അഗേൻസ്റ്റ് എന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് അഗേൻസ്റ്റ് ആണ് കൊണ്ടുവന്ന് കേസ് കൊടുത്തത്. ഓക്കെ, വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973, അതാണ് ആ കേസിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ യൂണിയൻ ഓഫ് ഇന്ത്യയുടെ വേഴ്സസ് LIC ഓഫ് ഇന്ത്യ കേസ് എന്നാണ്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് അഗേൻസ്റ്റ് LIC കൊണ്ടുവന്ന് കൊടുത്ത കേസാണ്. വേറെ കേസൊക്കെയാണ്, ആ കഥയെ നമ്മൾ പഠിക്കേണ്ട. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് വീണ്ടും പ്രിയാമ്പിളിനെ കുറിച്ച് ഇവിടെ സുപ്രീം കോടതി മെൻഷൻ ചെയ്യുന്നു. വീണ്ടും ഒന്നുകൂടി സുപ്രീം കോടതി ഉറപ്പിച്ചു പറയുന്നു, പ്രിയാമ്പിൾ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഭാഗം തന്നെയാണ് പ്രിയാമ്പിൾ എന്ന് ആരും ഉറപ്പിച്ചു പറഞ്ഞു, LIC ഓഫ് ഇന്ത്യ കേസ് സുപ്രീം കോടതി ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഒരൊറ്റ കേസ് മാത്രമേ പറയാത്തുള്ളൂ, ദാറ്റ് ഈസ് ബേരുബാരി കേസ്. ബാക്കി ഏതൊക്കെ കേസ് വന്നിട്ടുണ്ടോ, എവിടെയെങ്കിലും പ്രിയാമ്പിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ, അവിടെ എല്ലാം എന്ത് പറഞ്ഞു, സുപ്രീം കോടതി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ? പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ നിങ്ങൾ പറയും യെസ്, സുപ്രീം കോടതി തന്നെ 1973 കേശവാനന്ദ ഭാരതി കേസ് വഴി പ്രകാരം പറഞ്ഞു അമെൻഡ് ചെയ്യാമെന്ന്. ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അത് എടുക്കും മുമ്പ് തന്നെ. യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ തവണ മാത്രമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ടുള്ളത്. Indian preamble. So Indian preamble got amended only once it got amended. ആരാണ് അമെൻഡ് ചെയ്തത്? ഇന്ദിരാഗാന്ധിയാണ് അമെൻഡ് ചെയ്തിട്ടുള്ളത്. സോ പ്രിയാമ്പിൾ ഗോട്ട് അമെൻഡഡ് ഓൺലി വൺസ് ബൈ ഇന്ദിരാഗാന്ധി. ഏതായിരുന്ന അമെൻമെന്റ് നമ്പർ? ദാറ്റ് ഈസ് 42nd അമെൻമെന്റ് ആക്ട്. 42nd അമെൻമെന്റ് ആക്ട് 1976. പരീക്ഷ ചോദിക്കാറുണ്ട് എന്താണ് 42nd അമെൻമെന്റ് ആക്ട് എന്ന്. നോക്കാം, 1950 ഒരുപാട് പേര് മെനക്കെട്ടിരുന്ന് എഴുതിയ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരൊറ്റ ഭേദഗതി പ്രകാരം, ഈ 42ാമത്തെ അമെൻമെന്റ് പ്രകാരം ഇതിന്റെ 50% കൂടുതൽ നിയമം 1950 എന്ത് നിയമം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ 50% നിയമത്തിന് ഒരൊറ്റ ലേഡി എന്ത് ചെയ്തു? കംപ്ലീറ്റ് എഴുതി മാറ്റി. ഓക്കെ, കംപ്ലീറ്റ് നിയമപുസ്തകത്തിന്റെ 50% എഴുതി മാറ്റി. ആര് മാറ്റി? ഇന്ദിരാഗാന്ധി മാറ്റി. ഏത് അമെൻമെന്റ് പ്രകാരം? 42nd അമെൻമെന്റ് പ്രകാരം. അതുകൊണ്ട് തന്നെ ഈ അമെൻമെന്റിന് മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നു, ദാറ്റ് ഈസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പകുതിയോളം മാറ്റി എഴുതിയോണ്ട് ഇനി എന്തെന്നും കൂടി വിളിക്കുന്നു? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും കൂടി വിളിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, 42nd അമെൻമെന്റ് 1976. പരീക്ഷ ചോദിക്കാറുണ്ട് വിച്ച് അമെൻമെന്റ് ഈസ് കോൾഡ് ആസ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 42nd അമെൻമെന്റ് ആക്ട് 1976. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഭേദഗതി പ്രകാരം പ്രിയാമ്പിൾ നോക്കുക. ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി. ഓക്കെ, പ്രസിഡന്റും കൂടി ഓർത്തു വയ്ക്കുക. പ്രസിഡന്റ് ആരായെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് ആ സമയത്ത് ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധിയാണ്. ഒരു ഭേദഗതി നടത്തണമെങ്കിൽ പ്രസിഡന്റ് കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, പ്രസിഡന്റ് കൂടി ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമായി മാറുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെയ്തത് ഇന്ദിരാഗാന്ധി ഫക്രുദ്ദീൻ അലി അഹമ്മദും കൂടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എഴുതി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇന്ദിരാഗാന്ധി എന്ന് മാറ്റം വരുത്തിയത്? 42ാം ഭേദഗതി പ്രകാരം 50% കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റി. അത് ഓരോ സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ പഠിക്കും ഇന്ദിരാഗാന്ധി എവിടെയൊക്കെ നിയമം മാറ്റിയെന്ന്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ദിരാഗാന്ധി എവിടെ മാറ്റിയിട്ടുണ്ട്? നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയാമ്പിളിൽ മാറ്റം വരുത്തി. എന്താണ് മാറ്റം വരുത്തുന്നതെന്ന് വെച്ചാൽ ബിഫോർ 1976 മുമ്പ് വരെ ഇന്ത്യ എങ്ങനത്തെ രാജ്യമാണ് പ്രിയാമ്പിൾ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒരു സൊവേർജിയൻ രാജ്യമാണ്, ഈസ് എ ഡെമോക്രാറ്റിക് രാജ്യമാണ്, ഈസ് എ റിപ്പബ്ലിക് രാജ്യമാണ്. ഈ 3 പദം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രിയാമ്പിൾ ഡിസ്ക്രൈബ്സ് ഇന്ത്യ ആസ് എ സൊവേർജിയൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് കൺട്രി. ഇതിലോട്ട് 2 വാക്കുകളും കൂടി എന്താണ് ആഡ് ചെയ്തു? ദാറ്റ് ഈസ് വൺ ഈസ് സോഷ്യലിസ്റ്റ്. ഇന്ത്യ എങ്ങനത്തെ രാജ്യം എന്ന് പറഞ്ഞു? സോഷ്യലിസ്റ്റ് എന്നും. രണ്ടാമത്തെ എങ്ങനത്തെ രാജ്യം എന്ന് പറഞ്ഞു? ഇന്ത്യ ഒരു സെക്യുലർ രാജ്യം എന്ന് പറഞ്ഞു. ഈ 2 പദങ്ങൾ ആര് ആഡ് ചെയ്തു? ഇന്ദിരാഗാന്ധി ആഡ് ചെയ്തു. ഏത് ഭേദഗതി പ്രകാരം? 42nd അമെൻമെന്റ് പ്രകാരം. ഓക്കെ, ഏതിൽ ആഡ് ചെയ്തു? പ്രിയാമ്പിൾ.
ക്ലിയർ ആയോ? നമ്മൾ കുറച്ചു നേരം മുമ്പ് ഇവിടെ പഠിച്ച ഈ ടേംസ് ഇന്ത്യ അക്കോർഡിംഗ് ടു പ്രിയാമ്പിൾ ഇന്ത്യ ഇതിൽ വരുന്ന സോഷ്യലിസ്റ്റും സെക്യുലറിനെ ആഡ് ചെയ്തത് ഇന്ദിരാഗാന്ധിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടിന്. പിന്നെ മൂന്നാമത് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഏതെന്ന് വെച്ചാൽ ഇതിലുണ്ടായിരുന്ന ഒരു വാക്ക് തന്നെയാണ്, ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് ദ നേഷൻ. യൂണിറ്റി ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന പദം ഇത് ഉണ്ടായിരുന്ന പുതിയതായിട്ട് ആഡ് ചെയ്തല്ല. സോഷ്യലിസ്റ്റും സെക്യുലറും ഇന്ദിരാഗാന്ധി ആഡ് ചെയ്ത വാക്കുകൾ. എന്നാൽ യൂണിറ്റി ഓഫ് ദ നേഷൻ പ്രിയാമ്പിളിൽ ഉണ്ടായിരുന്ന വാക്ക് തന്നെയാണ്, അതിനെ ചേഞ്ച് ചെയ്തു. യൂണിറ്റി ഓഫ് ദ നേഷൻ എന്ന് മാറ്റിയിട്ട് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നാക്കി. യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി, ഐക്യവും അഖണ്ഡതയും ആക്കി. ഓക്കെ, ഈ രണ്ട് പദങ്ങൾ. ഓക്കെ, ഇത് യൂണിറ്റി ഓഫ് ദ നേഷൻ മാറ്റിയിട്ട് രണ്ട് പദമാക്കി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഒരു വാക്കിന് വ്യത്യാസം വരുത്തുള്ളൂ, പുതിയ വാക്ക് കൊണ്ടുവന്നിട്ടില്ല. പരീക്ഷ ചോദിക്കും വിച്ച് ടു വേർഡ്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. വിച്ച് വേർഡ് വാസ് ചേഞ്ച്ഡ് എന്ന് വെച്ചാൽ ദാറ്റ് വാസ് യൂണിറ്റി ഓഫ് ദ നേഷൻ വാസ് ചേഞ്ച്ഡ് ടു യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. രണ്ടും പരീക്ഷ വന്നിട്ടുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇത് ഇത്ര മാത്രമേ നിങ്ങൾക്ക് പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി പ്രിയാമ്പിളിനെ കുറിച്ച് പല ആൾക്കാരും പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞത് ആരാണ്? പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് K.M. മുൻഷി എന്ന് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ എനിക്ക് അറിയണമെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് എനിക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ജാതകം എടുക്കുന്നു. നിങ്ങളെ ജാതകം എടുത്ത് നിങ്ങൾ ഹോറോസ്കോപ്പ് എടുത്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ വ്യക്തിയാണ്, നിങ്ങളെ പാസ്റ്റ് എന്തായാലും നിങ്ങളെ ഫ്യൂച്ചർ എന്തായി മാറും, ഇതെല്ലാം എന്താണ് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് അറിയാൻ ഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കേണ്ട ആവശ്യമില്ല, അതിന്റെ പ്രിയാമ്പിൾ വായിച്ചാൽ മതി. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പൊളിറ്റിക്കൽ ഹോറോസ്കോപ്പ് ആണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞത് ആരെന്ന് വെച്ചാൽ K.M. മുൻഷി. ഈ പേര് ഇതിനു മുമ്പ് നമ്മൾ എവിടെ കേട്ടിട്ടുണ്ട്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ കേട്ടിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ കേൾക്കും വൻ മഹോത്സവം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് വീണ്ടും കേൾക്കും. അത് പൊളിറ്റിയിലല്ല, നമ്മൾ ബയോളജി പഠിക്കും. ഓക്കെ, ഇനി നമ്മൾ ഐഡന്റിറ്റി കാർഡ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡന്റിറ്റി കാർഡ് എങ്ങനെയാണ്? നമ്മൾ ഒരു ഓഫീസിൽ പോകുമ്പോൾ ഐഡന്റിറ്റി കാർഡ് ഇടുമ്പോഴത്തേക്ക് ആ ഐഡന്റിറ്റി കാർഡിൽ നമ്മളെ ബേസിക് എന്താണ് ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മളെ പേര്, ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പർ, അഡ്രസ്സ്, കാര്യങ്ങൾ, ഏത് പോസ്റ്റ്, അതെല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡന്റിറ്റി കാർഡാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാരെന്ന് വെച്ചാൽ N.A. ഫൽക്കിവാല. ഇന്ത്യ കേട്ട പേര് കേട്ട വക്കീലാണ് N.A. ഫൽക്കിവാല. അദ്ദേഹമാണ് പറഞ്ഞു തന്നിട്ടുള്ള എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഐഡന്റിറ്റി കാർഡ്. ഓക്കെ, അടുത്ത കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ തുറക്കേണ്ട ഒരു താക്കോലാണെന്ന് ആര് പറഞ്ഞു? ദാറ്റ് ഈസ് എർണസ്റ്റ് ബേക്കർ എന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ എർണസ്റ്റ് ബേക്കർ ആണ് പറഞ്ഞത് പ്രിയാമ്പിൾ ഈസ് കോൾഡ് ആസ് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇങ്ങനെ ഓർത്ത് വെച്ചത് ബേക്കറി തുറക്കാൻ കീ വേണം. അപ്പൊ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞത് ആരെന്ന് വെച്ചാൽ എർണസ്റ്റ് ബേക്കർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷന്റെ തന്നെ ആത്മാവാണെന്ന് പറഞ്ഞ ആരെന്ന് വെച്ചാൽ ഠാക്കുർദാസ് ഭാർഗവ്. ഠാക്കുർദാസ് ഭാർഗവ് ആണ് പറഞ്ഞിട്ടുള്ള പ്രിയാമ്പിൾ ഈസ് കോൾഡ് ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് പരീക്ഷയിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇത് പഠിച്ചു തന്നെയാണ്. ഈ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു സോള് പഠിക്കും, തമ്മിൽ കൺഫ്യൂഷൻ വരില്ല. ഇപ്പം പ്രിയാമ്പിളിനെ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ് ഠാക്കുർദാസ് ഭാർഗവ്. ഓക്കെ, ഇതോടെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയാമ്പിൾ എത്ര തവണ അമെൻഡ് ഉണ്ടെന്ന് വെച്ചാൽ ഓൺലി വൺസ് മാത്രമാണ്. ആരാണ്? ഇന്ദിരാഗാന്ധി ഗവൺമെന്റ്. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം നോക്കുക, ആഡ് ചെയ്ത വേർഡ്സ് നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.